നമസ്കാരം എല്ലാവരെയും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന റെസിപ്പി ഒരു വെറൈറ്റി കൊഴുക്കട്ടയാണ്. മധുരക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ ഈ കൊഴുക്കട്ട രുചികരവും വളരെയേറെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഈ രുചിയൂറുന്ന മധുരക്കൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയണ്ടേ? എന്നാൽ പിന്നെ കുക്കിംഗ് കണ്ടാലോ? ഈ കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒരു വലിപ്പത്തിലുള്ള മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതൊരു 150 ഗ്രാമിന് മുകളിലായിട്ട് വരും. ഇതിനെ വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വേവിച്ചെടുത്തതാണ്. ഇനി തൊലി നീക്കിയതിന് ശേഷം ചൂടോടുകൂടി തന്നെ ഇത് പൊടിച്ചെടുക്കാം. നല്ലൊരു മാഷർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊടിഞ്ഞു കിട്ടും. വീഡിയോ കാണുന്നവരോട് സ്നേഹപൂർവ്വം ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. കൂടാതെ ഹൈപ്പ് എന്ന ഒരു ഓപ്ഷനും ഉണ്ട്. ഇതാ ഇവിടെ മധുരക്കിഴങ്ങ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വലിയൊരു ബൗൾ എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഏകദേശം 150 ഗ്രാമോളം അരിപ്പൊടി തട്ടിക്കൊടുക്കാം. അരിപ്പൊടി കുറച്ച് കൂടുതലായിട്ടിരിക്കണം. അതുകൊണ്ട് മാഷ് ചെയ്തെടുത്ത സ്വീറ്റ് പൊട്ടറ്റോ എല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ചൂടോടുകൂടി തന്നെയാണ് മാവും മധുരക്കിഴങ്ങും കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ കുഴയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. കൂടുതൽ അരിപ്പൊടി ആവശ്യമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുകയും വേണം. ഇത് കുഴച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കരുത്. ഇതിൻ്റെ ഈർപ്പത്തിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴയ്ക്കാൻ പറ്റും. ഈ കൂട്ടിലേക്ക് ഒരു മയത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതാ ഇവിടെ മധുരക്കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരത്തേക്ക് വേണ്ടി അടച്ചു വെക്കാം. ഇനി ഇതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള ശർക്കരക്കൂട്ട് തയ്യാറാക്കാം. അതിലേക്കായിട്ട് ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 100 ഗ്രാമോളം ശർക്കരപ്പൊടി തട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് കരടുകളൊന്നുമില്ലാത്ത ഓർഗാനിക് ശർക്കരപ്പൊടിയാണ്. അതുകൊണ്ട് പാനിയാക്കി അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് മെൽറ്റാകാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഉരുകി വരുന്നതിനോടൊപ്പം ഇതിലേക്ക് കുറച്ച് ജീരകം ചതച്ചതും അതുപോലെ 1/4 സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരപ്പൊടി നല്ലതുപോലെ മെൽറ്റായി തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു വലിയ ബൗൾ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരുവിധം വെള്ളം വറ്റുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. തീരെ ഡ്രൈ ആവരുത്, പിന്നെ ഇരുന്ന് കൂടുതൽ ഡ്രൈ ആയി മാറും. അപ്പോൾ ഇവിടെ ഒരുവിധം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് ഈ കൂട്ട് മാറ്റി കൊടുക്കാം. ഇനി കൊഴുക്കട്ട ഉണ്ടാക്കി തുടങ്ങാം. ഇതിലേക്കായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച മാവിൽ നിന്നും സാധാരണ കൊഴുക്കട്ടയ്ക്ക് ഉണ്ടാക്കാവുന്ന വിധത്തിൽ മീഡിയം സൈസിൽ കുറച്ച് മാവെടുത്ത് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് കൈയുടെ ഉള്ളം ഭാഗത്ത് വെച്ചൊന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ വശങ്ങളിലൊക്കെ ഒരേ ലെവൽ കിട്ടാൻ വേണ്ടി വിരൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മളെങ്ങനെ കൊഴുക്കട്ടയ്ക്ക് തയ്യാറാക്കുന്ന അതുപോലെ. പക്ഷേ ഇത് സാധാരണ അരിക്കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ സോഫ്റ്റാണ്. അതുകൊണ്ട് കുറച്ച് സമയം കൂടുതലെടുക്കും നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ചെറിയ സ്പൂൺ ശർക്കര കൂട്ടും കൂടെ നിറച്ച് വെച്ച് ഇതേപോലെ സാവധാനം ഉള്ളം കയ്യിൽ വെച്ച് റോൾ ചെയ്തെടുക്കണം. അരിപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിനേക്കാളും കുറച്ചുകൂടി കട്ടി കാണും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്തതിന് ശേഷം ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇതിന് കുറച്ച് ക്ഷമ വേണം ഒന്ന് റോളാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്ന കൊഴുക്കട്ടയേക്കാളും വളരെയധികം സോഫ്റ്റാണ് ഈ മധുരക്കിഴങ്ങിൽ ഉണ്ടാക്കുന്ന കൊഴുക്കട്ട കേട്ടോ. കാരണം കിഴങ്ങ് ഇതിൽ പൊടിച്ച് ചേർത്തിരിക്കുന്നത് കൊണ്ടാണ്. കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ടും ടേസ്റ്റിയുമായിട്ടുള്ള നല്ല ഹെൽത്തിയായ കൊഴുക്കട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉൾഭാഗം നല്ല മഞ്ഞയുള്ള മധുരക്കിഴങ്ങാണെങ്കിൽ നല്ല മഞ്ഞ കളറുള്ള കൊഴുക്കട്ട ഉണ്ടാക്കാൻ പറ്റും. ഇതാ ഇവിടെ 2 എണ്ണം ഞാൻ തയ്യാറാക്കി കാണിച്ചു. ഇനി ബാക്കിയുള്ള മാവിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കാം. എല്ലാ കൊഴുക്കട്ടയും ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കണ്ടേ? അപ്പോൾ ഇതിലേക്കായിട്ട് ഒരു ഇഡ്ഡലി കുക്കർ സ്റ്റീം ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തട്ടിൽ ശകലം നെയ്യ് പുരട്ടിയതിന് ശേഷം ഓരോ ബാളും എടുത്ത് വെച്ച് കൊടുക്കാം. ഇതിനധികം സമയമൊന്നും വേണ്ട. 10 അല്ല 12 അല്ലെങ്കിൽ അതിൻ്റെ എണ്ണത്തിനനുസരിച്ച് 15 മിനിറ്റോളം മാത്രം മതി. ഇതാ ഇവിടെ മധുരക്കിഴങ്ങ് കൊഴുക്കട്ട നല്ലതുപോലെ വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റാം. ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കാം.
ഇത് കാണും പോലെയല്ല, വളരെയധികം രുചികരവും സോഫ്റ്റുമാണ്. സാധാരണ അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്ന കൊഴുക്കട്ടയേക്കാളും. അതുപോലെ ഇഷ്ടപ്പെട്ടവർ തയ്യാറാക്കി നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.